അർജുന്റെ ഫാമിലിയും മനാഫുമായിട്ടുള്ള ഇഷ്യൂല് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. വീട്ടില് ഒരച്ഛൻ 4 പശുവിനെ വെച്ച് പാല് കറന്ന് നാട് ഫുള്ള് നാട്ടുകാരൻ എനിക്ക് പറഞ്ഞിരുന്നത് ഫുള്ള് നാട്ടിൽ രാവിലെ മൂപ്പര് പാല് കറന്ന് നാട്ടിലെല്ലാവർക്കും എത്തിച്ച് ആ മക്കളെ വളർത്തി. ആ അച്ഛൻ അതിനൊരു അപകടം വന്നു. അർജുൻ താങ്ങി നിർത്തിയ ആ വീടിനെ. അച്ഛനെ അപകടം വന്നപ്പോ ഇവര് പറയാ ബ്രദറും സിസ്റ്ററും ഞങ്ങൾ അച്ഛന്റെ സ്ഥാനത്തേക്ക് പിന്നെ വന്നത് അർജുനാണ്. 12ാം ക്ലാസ് കഴിഞ്ഞ് അർജുന വന്ന പിന്നെ അങ്ങനെ അർജുൻ കുടുംബത്തിന് താങ്ങും തണലുമായി. ആ ഏട്ടനെ കണ്ടു വളർന്ന ബ്രദറും സിസ്റ്ററുമാണ്. അവര് പഠിച്ചു, അവര് വളരെ കഷ്ടപ്പെട്ടു, അവര് നല്ല നല്ല ജോലികളിലെത്തി. ഒരാൾ നേഴ്സാണ്, ഒരാൾ ബാങ്കിലാണ്, ഒരാൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇതേപോലെ സായി കൃഷ്ണയുടെ മറ്റൊരു വീഡിയോയില് അർജുന്റെ ബ്രദർ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ കിണറ്റിൽ വീണ് പരിക്ക് പറ്റി കിടപ്പിലായപ്പോൾ ചേട്ടനായിരുന്നു കുടുംബത്തിന്റെ ദൗത്യം ഏറ്റെടുത്തത്. +2 പഠനം നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അപ്പോ അബ്ജിത്ത് 4ഓ 5ഓ ക്ലാസ്സിലായിരുന്നു. അതുപോലെ തന്നെ ചേച്ചി നന്നായി പഠിക്കുന്നത് കൊണ്ട് 7-8 വർഷം കോച്ചിങ് പൂർത്തിയാക്കി ബാങ്ക് ഓഫ് ബറോഡയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ വളർന്നു വന്നതൊക്കെ. അപ്പം തന്നെ നമുക്കൊരു മനസ്സിലാക്കിക്കൂടെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് അർജുന് ചുറ്റുമുള്ളവർ ഇന്ന് ഈ ഒരു നിലയിൽ എത്തണമെങ്കിൽ അർജുൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. അതുതന്നെയല്ലേ മനാഫും പറഞ്ഞത്, അർജുൻ നല്ല കഠിനാധ്വാനിയാണ് എന്നൊക്കെ. ശരിക്കും അവർ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അർജുന്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. മനാഫിന് അർജുനെ 1.5 വർഷമായിട്ട് മാത്രമേ അറിയുകയുള്ളൂ. +2 പഠനം നിർത്തി ജോലിക്ക് പോകണമെങ്കിൽ 18ാം വയസ്സ്, മാക്സിമം 18 വയസ്സിൽ അദ്ദേഹം അധ്വാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകണം, ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടാകണം. പിന്നെ എങ്ങനെ പറയാൻ കഴിയും 3-4 വർഷം മുമ്പ് പഠനം നിർത്തിയെന്ന്? അങ്ങനെയാണെങ്കിൽ തന്നെ അതുവരെ അർജുനായിരിക്കില്ല കുടുംബത്തിനെ നയിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അർജുന്റെ സഹായം അവർക്കുണ്ടായിട്ടുണ്ടാവും. എന്തായാലും എല്ലാ കുടുംബത്തിലും ഭാരമേൽക്കുന്ന മൂത്ത മക്കൾക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണത്. ചിലപ്പോൾ അത് അവർക്ക് അവരുടെ കുടുംബത്തോട് പറയാൻ പറ്റിയില്ലെന്ന് വരും, എന്നാൽ ഒരു സുഹൃത്തിനോട് പറയാൻ പറ്റും. അർജുന്റെ കുടുംബത്തെ കുറിച്ചും ആ ഒരു ജീവിതത്തെ കുറിച്ചും അർജുൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ മനാഫിനുണ്ടാവൂ. അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം. തന്റെ കഷ്ടപ്പാടുകളും എല്ലാം ഒരു സുഹൃത്തിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളത് നമ്മുടെ കുടുംബത്തോട് പറയണമെന്നില്ല. മനാഫ് ഇത് പറഞ്ഞപ്പോൾ അർജുന്റെ കുടുംബം അത് തെറ്റായി കണ്ടു, അല്ലെങ്കിൽ അത് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ നമ്മുടെ സായി കൃഷ്ണ പറഞ്ഞ 2 വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. ഈ ബ്രോയോട് സംസാരിച്ചേ പറ്റും. ഞാനൊന്നും നോക്കിയില്ല. ഞാനും ചിത്തുബായി രാത്രി കാറ് കൊടുത്തിട്ട് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് ഷിരൂര് അപകടത്തിൽപ്പെട്ട അർജുന്റെ വീട്ടിൽ ചെന്നു. ഷിരൂര് അപകടം നടക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാൻ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, മാധ്യമങ്ങൾക്ക് ആവശ്യം എന്താ? ഇവിടുത്തെ ന്യൂസ് ചാനലുകൾക്ക് ആവശ്യം എന്താ? സ്പോക്സ് പേഴ്സൺ, ഒരാൾ സംസാരിക്കാൻ വരണം. ഇതാണ് അവരുടെ ആവശ്യം. ഫാമിലി ഇന്ന് എന്താ ചെയ്യണേ? ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആ ഫാമിലിനെ എങ്ങനെ കൊണ്ടുപോയിട്ട് പിച്ചി ചീന്താൻ വേണ്ടിയിട്ട്. നാളെ ആ വീട്ടിൽ ഒരാൾ ഈ കാരണം കൊണ്ട് അവരുടെ ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ മലയാളികൾ ആരോട് ഉത്തരം പറയും? അപ്പം മീഡിയക്കുള്ള പ്രശ്നം ഒരാള് സംസാരിക്കാൻ വരണം. അതുപോലെ തന്നെയാണ് ഇപ്പൊ അർജുന്റെ കുടുംബത്തിനുണ്ടായ തങ്ങളുടെ ഈ കാര്യമൊക്കെ പറഞ്ഞ് തങ്ങൾക്ക് അനുകൂലമായി ഒരാൾ സംസാരിക്കാൻ വരണം. അങ്ങനെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിനെ വിളിക്കുന്നു. സീക്രട്ട് ഏജന്റ് ഇന്നലെ രാത്രിയിൽ തന്നെ അങ്ങോട്ട് പോകുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഇന്ന് കണ്ട വീഡിയോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അല്ലാതെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ, കുത്തൊഴുക്കുള്ള ആ പുഴയിൽ ഇറങ്ങി ഈശ്വർ മാൽപ്പെ തന്റെ ജീവിതം പോലും പണയം വെച്ച് ഇറങ്ങി ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഇറങ്ങുന്നു. അദ്ദേഹം യൂട്യൂബ് ചാനലിന്റെ വരുമാനം, സ്വന്തം ജീവൻ കളഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ വരുമാനം ഉണ്ടാക്കിയിട്ട് എന്താ വേണ്ടേ? ഈ മീഡിയ ഒക്കെ അവർക്ക് റീച്ച് കൂട്ടാനാണ്, അവർക്ക് ഒരാൾ സംസാരിക്കണം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായി സായി കൃഷ്ണ. ഇപ്പൊ ഈ കാറിലിരുന്ന് വീഡിയോ ഇടുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത്? മറ്റുള്ളവർ കാര്യം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇതിലൂടെ പണം ഉണ്ടാക്കട്ടെ? ഈ ഞാനടക്കമുള്ളവരുടെ കാര്യം പറയുന്നത് നമുക്ക് ഏണിങ്സിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് ഈശ്വർ മാൽപ്പ സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവിടെ ഇറങ്ങിയത്. നമ്മളൊക്കെ കാറിലും റൂമിലും ഇരുന്ന് വീഡിയോ പറയുന്ന പോലെയല്ല. അവരായ മനാഫിന്റെ കാര്യം എടുത്ത 72 ദിവസം അവിടെ നിന്നു. അദ്ദേഹത്തിന് അങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ റീച്ച് ഉണ്ടാക്കണേ ഞങ്ങൾ മുമ്പേ ഉണ്ടാക്കായിരുന്നത്. ഇപ്പൊ 13 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒന്നും കാണുന്നില്ല. അർജുനെ കിട്ടിയതിന് ശേഷം പിന്നീടുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടുമില്ല. മോണിറ്റൈസ് അല്ല, ഒരു ചാനലില് പരസ്യമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇക്കാലത്ത് ഒരു ഉപകാരം ആർക്കും ചെയ്യാൻ പറ്റൂല. ആർക്കും, മനുഷ്യർക്ക് ഒരു കാരണവശാലും ഉപകാരം ചെയ്യരുത്. അങ്ങനെയുള്ള ഒരു ലോകാണിത്. ഇപ്പൊ ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആള് നാളെ നമ്മളെ തള്ളി പറയും.
ഈ ഞാനടക്കമുള്ളവരെ എന്നെ മാറ്റി നിർത്തിയിട്ടല്ല, ഞാനടക്കമുള്ളവരെ തന്നെയാ പറയുന്നത്. എല്ലാവരും തള്ളിപ്പറയും, എല്ലാവർക്കും അവരുടെ ഓരോ കാര്യങ്ങൾ. ആ സമയത്ത് ഇങ്ങനെ 4 നായക്കളെ വാങ്ങി വളർത്തിക്കോ, ചിലപ്പോ അതിന് നന്ദി ഉണ്ടാവും. അത് മനുഷ്യർക്ക് അത്രക്കും നന്ദി കാണില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പം അർജുന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, അതാണ് അർജുൻ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അർജുൻ ഉണ്ടെങ്കിൽ ആദ്യം അവൻ സംസാരിക്കുക തന്റെ കുടുംബത്തിനെതിരെയായിരിക്കും. കാരണം അത്രക്ക് 72 ദിവസം തന്റെ ജോലിയും ഇതൊക്കെ കളഞ്ഞ് അവിടെ നിന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തെ ഇപ്പൊ എല്ലാവരും തള്ളിപ്പറയുന്നു. എന്നാലും ഇതൊക്കെ പറയുമ്പോഴും സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടപ്പോഴും അതിലും കമന്റ്, എല്ലാവരും മനാഫിന് അനുകൂലമായി സംസാരിക്കുന്നത് ഇപ്പോഴും. അതാണ് സത്യം. അതുകൊണ്ടാണ് ജനങ്ങൾ മൊത്തം മനാഫിന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ സീക്രട്ട് ഏജന്റ് പറഞ്ഞപ്പോ നീ അവിടെ പോയി സംസാരിച്ചു, ഇതുപോലെ മനാഫിനെയും വിളിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് 2 സൈഡും ഉള്ള ഡിസിഷൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഒരു കാര്യത്തെ കുറിച്ച് പറയേണ്ടത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. മീഡിയ മാത്രമല്ല, എല്ലാവരും യൂട്യൂബ് ചാനൽ ഇടുന്ന ബ്ലോഗർ എല്ലാം ഒരു ടൈറ്റിൽ കിട്ടിയ അതിനെതിരെ വീഡിയോ ഉണ്ടാക്കുക. അവർക്കൊരു കണ്ടന്റ് വേണം, അത്ര മാത്രമേ ഉള്ളൂ.